ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ഈ ലാസ്റ്റ് വീക്കെൻഡിലുണ്ടല്ലോ ക്നാനായ അസോസിയേഷൻ ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വിമൻസ് ഫോറം സംഘടിപ്പിച്ച ഒരു ലേഡീസ് നൈറ്റ് ഔട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് പോയതിൻ്റെ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ ഓർത്തു കേട്ടോ. ഒത്തിരി ഫൺ നിറഞ്ഞ ഒരു ഇതായിരുന്നു, ഒരു ടൂറായിരുന്നു. ഒത്തിരി നന്നായിട്ട് എൻജോയ് ചെയ്തു, ഒത്തിരി ചിരിച്ചു, ഒത്തിരി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു ആ ദിവസങ്ങൾ. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറേയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാ വെച്ചാൽ ഞാനും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട്, പല ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എങ്കിലും എൻ്റെ കയ്യിലുള്ള വീഡിയോ വെച്ചിട്ട് അന്നത്തെ ഞങ്ങളുടെ നൈറ്റ് ഔട്ടും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കാണാം. ഞങ്ങൾ 50 പേരുണ്ടായിരുന്നു ആ ട്രിപ്പിന്. ഇതാണ് കേട്ടോ നമ്മുടെ അക്കോമഡേഷൻ. ലീന ചേച്ചി, ഈ സ്ഥലത്തിൻ്റെ പേരെന്നാ? പുൾസ്ബ്രൂക്ക്. ഇതിൻ്റെ അക്കോമഡേഷൻ്റെ കാഹൂട്ട് ക്യാമ്പ്സ്. വായിക്കൊള്ളല്ലാത്ത പേരാ, കാഹൂട്ട് ക്യാമ്പ്സ്. ഓക്കെ, നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ ജുണ്ടലപ്പിൻ്റെ തൊട്ടടുത്താണ്. നമുക്കൊരു ബിഗ് ടീമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലേഡീസിൻ്റെ ഒരു നൈറ്റ് ഔട്ട് നമ്മൾ വെച്ചിട്ട് ഫുള്ളി പാക്കേജാണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഫുഡ് നോൺ സ്റ്റോപ്പ് ഫുഡ്. അതെ അതെ, എൻജോയ്, റിയലി എൻജോയ്. ഇവിടെ ഒത്തിരി പേർക്ക് താമസിക്കാം. നമ്മളിതിൻ്റെ അകത്ത് 2 എണ്ണം എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പം ഏകദേശം ലഞ്ചിൻ്റെ സമയമായി. അപ്പം വുമൻസ് ഫോറത്തിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ടീം ലീഡേഴ്സ് നമുക്ക് ആവശ്യമായ എല്ലാ സമയത്തേക്കും രാവിലെ ലഞ്ച്, ഡിന്നർ, നാളത്തേനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവർ ഓർഡർ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഫുഡൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നോക്കി എല്ലാവരുടെയും മുഖത്ത് എന്തൊരു സന്തോഷമാണ്. കുറച്ച് നാളായി എല്ലാവരും തമ്മിൽ കണ്ടിട്ട്. പിന്നെ കെട്ടിയോനെയും പിള്ളേരെയും ഒക്കെ വീട്ടിൽ നിർത്തിയിട്ട് വന്നേക്കുന്നു. ജോലിയില്ല, ഒരു ദിവസം നല്ല റിലാക്സ് ആയിട്ടിരിക്കുക എന്നുള്ളതിൻ്റെ ആ സന്തോഷം തുടക്കത്തിൽ തന്നെ എല്ലാവരുടെയും മുഖത്ത് കാണാം. എല്ലാവരും വളരെ എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ കുറേ പേര് കുറച്ചുകൂടെ കഴിഞ്ഞേ വരുള്ളൂ. ചിലർക്കൊക്കെ മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്, അത് കഴിഞ്ഞേ വരുള്ളൂ. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ലീന ചേച്ചി ബിരിയാണി ചെമ്പ് പൊട്ടിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ചേച്ചി തമാശ പറഞ്ഞായിരുന്നു, ഇഷ്ടം പോലെ ചിക്കനൊക്കെ ആയിട്ട് നല്ലൊരു ബിരിയാണിയായിരുന്നു. ബിരിയാണി മാത്രമല്ല സുഹൃത്തുക്കളെ, അത് കഴിഞ്ഞ് ഫ്രൂട്ട് സലാഡും ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഒന്നുകൂടെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. പക്ഷെ അവിടെ ക്ലൗഡി ആയതുകൊണ്ട് എൻ്റെ വീഡിയോ അത്ര ക്ലിയർ ആയിരിക്കുമല്ലായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ മുതൽ നമ്മുടെ മഞ്ജുവും ജിഷയും കൂടി ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 സെക്ഷനായിട്ട് തിരിച്ച് ഗെയിംസുകളും ക്യൂസും പരിപാടിയൊക്കെ കൂടെ നടത്തി. ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. നമ്മളവിടെ ഗെയിം കളിച്ച് മടുക്കുമെന്ന് കണ്ടപ്പോഴത്തേനുണ്ടല്ലോ കുറച്ച് പേര് ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടി ചായ, കാപ്പി, ബോണ്ട, ഉള്ളിവട ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിച്ച് എനിക്ക് പിന്നെ ആകെ ഒരു വിഷമം, ഞാൻ നാളെ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇതൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. നോക്കി ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടോ. എല്ലാവരും നമുക്ക് വേണ്ടി വളരെ സന്തോഷത്തോടെ ഉണ്ടാക്കി തരികയാണ്. ഞങ്ങൾ അതിലും സന്തോഷത്തോടെ ആ പാത്രം അവരുണ്ടാക്കി വെക്കുന്നതിനനുസരിച്ച് അത് കാലിയാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കി ഉള്ളിവടയ്ക്കും ബോണ്ടയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ അവർ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. നോക്കി എല്ലാവരുടെ മുഖത്ത് ആ സന്തോഷം കാണുന്നില്ലേ. അപ്പോഴത്തേനും കുറച്ച് പേര് വൈകുന്നേരത്തിനുള്ള സാലഡ് ഉണ്ടാക്കുക. ഷോണി റീൽസ് എടുക്കാനുള്ള സ്റ്റെപ്പ് പിടിപ്പിക്കുമ്പോഴത്തേനും ജോമി തീ പിടിപ്പിക്കുക. പക്ഷെ ഷോണി കഷ്ടപ്പെട്ടു പോയി. എന്നാന്ന് വെച്ചാൽ ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുന്ന എന്നെ പോലെയുള്ള കുറച്ച് പേരും ഉണ്ടായിരുന്നു അവിടെ. പൊട്ടിക്കെട്ടണം പൊട്ടിക്കെട്ടണം
கட்டளி சிங்க கட்டளி சும்மா இருடா. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ തീയുടെ ചുറ്റിനും ഇരുന്നുകൊണ്ട് അന്താക്ഷരി കളിക്കുകയും ചെംഷറാട് കളിക്കുകയും ഒക്കെ ചെയ്തു. ഇതിന് ശേഷം അങ്ങോട്ട് നോൺ സ്റ്റോപ്പ് ചിരി എന്ന് പറഞ്ഞെന്നാൽ നമ്മുടെ ഇടയിൽ ഇത്രയും കലാകാരികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. സ്റ്റാർ മാജിക്കും കോമഡി ഷോ ഒക്കെ അങ്ങ് മാറി നിൽക്കും, അതുപോലത്തെ ഇതായിരുന്നു. പിന്നെ ഫാഷൻ ഷോയിൽ നമ്മുടെ ഇൻ്റർനാഷണൽ മോഡൽസിനെ മാറ്റി വെക്കുന്ന തരത്തിലുള്ള മോഡൽസായിരുന്നു നമ്മുടെ ഫാഷൻ ഷോയിലുണ്ടായിരുന്നത്. എന്തെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് അവർ അവതരിപ്പിച്ചതെന്നറിയാമോ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 മാസം കൊണ്ട് ചിരിച്ചത്, ഈ വർഷം 2024 5 മാസം കൊണ്ട് ചിരിച്ചതിൻ്റെ ബാക്കി ഈ കഴിഞ്ഞ ഒറ്റ നൈറ്റ് കൊണ്ട്, അന്നത്തെ ആ ഒറ്റ നൈറ്റ് കൊണ്ട് ചിരിച്ചു തീർത്തു. അത്രയും ഫൺ ആൻഡ് എൻ്റർടൈനിങ് ആയിരുന്നത്. ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു നഗ്ന സത്യം മനസ്സിലായത് സുഹൃത്തുക്കളെ. നമ്മൾ നാട്ടിൽ നിന്ന് പിന്നെ കാശ് കൊടുത്ത് ഫിലിം സ്റ്റാർസിനെ ഒന്നും ഇവിടെ കൊണ്ടുവരേണ്ട ഒന്നും ഒരു കാര്യവുമില്ല. അതിലും നല്ല കഴിവുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. അയ്യോ, ഈ കഴിവുകളൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു ഒളിപ്പിച്ച് വെച്ചതെന്ന് എനിക്കറിയത്തില്ല. അത്രയും നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടികളായിരുന്നു. അതെല്ലാം കൂടെ എനിക്കിവിടെ കാണിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഓടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്രയും നല്ല പരിപാടികളാണ്. നമ്മുടെ പഴയ ഉർവശിയൊക്കെ അങ്ങോട്ടൊരു സൈഡിലോട്ട് മാറി നിൽക്കും, അതേപോലത്തെ പ്രകടനമായിരുന്നു ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. കാവായിലെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ എന്നാ സുമ്മാവാ സെമ്മ അതിരത്. দিশাহারা কেমন বোকা মনটা রে। ഞങ്ങളുണ്ടല്ലോ വെളുപ്പിന് ഒത്തിരി താമസിച്ചാൽ കിടന്നെങ്കിലും നോക്കി കുറച്ച് പേര് രാവിലെ തന്നെ ഏറ്റവും ഞങ്ങൾക്ക് വേണ്ടി ചായയും കാപ്പി വേണ്ടവർക്ക് കാപ്പിയും ഒക്കെ ഉണ്ടാക്കി തരും. എന്തൊരു ഡെഡിക്കേറ്റഡ് അല്ലേ പീപ്പിള്. രാവിലെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ പാലപ്പവും പിന്നെ എന്നായിരുന്നു ബീഫ് സ്റ്റൂ. എല്ലാവരും കണ്ടോ, എല്ലാവരും ഉറക്കമൊക്കെ ഏറ്റ് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും. അതുകൂടാതെ ഹെൽത്തി ആയിട്ടുള്ള വാട്ടർമെലൻ. പിന്നെ എന്തെങ്കിലും നമ്മുടെ മുട്ട. ജോമി നന്നായിട്ട് ഉറങ്ങിയോ? ശരിക്കും ഉറങ്ങി. ഞങ്ങളെല്ലാം അങ്ങനെയായിരുന്നു കേട്ടോ. ചുമ്മാ അവിടെ പോയി പിന്നെ വർത്താനം പറഞ്ഞ് നല്ല രസമായിരുന്നു അല്ലേ. ഇത് രാവിലെ 8 മണിക്ക് തന്നെ റീൽസിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഒരാള്.
എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവക്കൊരു ജിഎസ് കൊടുക്കുവാനും കണ്ടോ വാട്ടർ മെലൺ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്ത് ഒരു ദിവസവും കൂടെ നിൽക്കായിരുന്നെന്നു. മറ്റേ ഇത് കണ്ട ഇപ്പോൾ വാട്ടർ മെലൺ അവിടെ മുറിച്ച് വെച്ചേക്കുന്നുണ്ട്. കനി കുസൃതിയുടെ ബാഗ് പോലില്ല വാട്ടർ മെലൺ കാണുമ്പം. കനി കുസൃതി ഇപ്രാവശ്യം എന്നാ പറഞ്ഞേ ഇതാ പറഞ്ഞത് ചില സമയത്ത് ഭാഗ്യവും കൂടെ വേണം. ഇന്നലെ ഉണ്ടാക്കിയ ബോണ്ട ഇനി ആകെ ഇതേ ഉള്ളൂ. ഉള്ളിവിടെ മുഴുവൻ തീർന്നു പോയി. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക കേട്ടോ. നോക്കിയേ നമുക്ക് വേണ്ടി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വുമൻസ് ഫോറത്തിൻ്റെ കമ്മിറ്റിനെ അവരെ അഭിനന്ദിച്ചാലും മതിയാവുമല്ല. അവരെത്ര നന്നായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനും വേറെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ ഒരു നിമിഷം പെട്ടെന്ന് ഓർത്തേ ഞാൻ കേരളത്തിലെത്തിയെന്ന്. നോക്കിയേ എല്ലാവരും കേരളത്തിൻ്റെ തനത് വേഷമായ ലുങ്കി ഷർട്ടും ഇല്ലെങ്കിൽ മുണ്ട് ഷർട്ടും ഇട്ട് എല്ലാവരും നിൽക്കുന്ന കണ്ടോ. ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നു. എല്ലാവരും വരുമ്പം മുണ്ട് ഷർട്ടൊക്കെ കൊണ്ടുവരണമെന്ന്. നമ്മളും ഇപ്പോൾ ട്രെൻഡിനൊപ്പം നിൽക്കണമല്ലോ. എല്ലാവരും നോക്കുമ്പം ആവേശത്തിലെ റീൽസും രംഗണ്ണനൊക്കെ ഫേമസ് ആയിട്ട് നിൽക്കുക. അപ്പം നമ്മളും അതിൻ്റെ കൂടെ തന്നെ അങ്ങ് നിൽക്കാമെന്ന് ഓർത്തു. പക്ഷേ എല്ലാവരും മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് നോക്കി യോയോ ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ എല്ലാവരും നിൽക്കുന്നത്. കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പിന്നെ ഓർത്ത് കുറേ ഫോട്ടോ ഒക്കെ എടുക്കാം. എന്തായാലും നമ്മൾ മെനക്കെട്ടു. അപ്പം അങ്ങനെ എല്ലാവരും ചാഞ്ഞും ചെരിഞ്ഞും നിന്ന് ഫോട്ടോ എടുക്കുന്നു, സ്ലോ മോഷനിൽ നടക്കുന്നു എന്ന് വേണ്ട ജഗപുകയായിരുന്നു. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അത് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നല്ലതായിരുന്നു. ഇത്രയും കളറുകളിലുള്ള മുണ്ട് കേരളത്തിൽ കിട്ടുന്നുണ്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. പച്ച, നീല, ചുവപ്പ എന്ന് വേണ്ട എല്ലാ മഞ്ഞ എല്ലാ കളറും ഉണ്ട്. നോക്കി നമ്മുടെ ഒരു ചെറിയ 50 പേരാണ് അതിൽ തന്നെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. കരളിതിരമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാതെന്തേ കരയാൻ കണ്ണീരില്ല കണ്ണീരപ്പാനാരും പോരണ്ട. ഞാൻ പറഞ്ഞല്ലേ ഒത്തിരി ഗെയിംസൊക്കെ ഉണ്ടായിരുന്നെന്ന്. അതിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. നോക്കി അതിൻ്റെ സമ്മാനമായ ചോക്ലേറ്റും കൈ പിടിച്ചുകൊണ്ടാണ് ഡാൻസ്. എന്നാന്നറിയത്തില്ല, എവിടെ ചെന്നാലും ഫസ്റ്റ് മേടിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനമില്ല. ഞാനും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെൽ ഡൺ ഗൈസ്. പിന്നെ പതിവ് പോലെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് പിരിഞ്ഞു.
അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ഇനി നമുക്ക് കാണാൻ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവർക്കും ബായ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഇന്നലത്തെ ഗെയിംസിന് ഫസ്റ്റ് കിട്ടിയതുണ്ടല്ലോ ഞങ്ങളുടെ ഗ്രൂപ്പിനായിരുന്നു. എവിടെ ചെന്നാലും എന്നാണ് 1ാം സമ്മാനം മേടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. നോക്കിയേ, എല്ലാവരും അതിൻ്റെ സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നത്. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പിൽ. ഓക്കെ, വെൽ ഡൺ ഗൈസ്. പിന്നെ ഇന്നലെ ഗെയിംസിലെ ആക്ടിവിറ്റിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിന് ഫസ്റ്റ് കിട്ടി കേട്ടോ. അതിൻ്റെ സമ്മാനം മേടിക്കുന്ന ത്രില്ലാണ് എല്ലാവരും.